ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ ഐബ്രോസ് ഒരു ഷേപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ഐബ്രോസ് ത്രെഡ് ചെയ്തിട്ട് 2 months മേലെ. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ത്രെഡ് ചെയ്യണം, കാരണം ചില സമയത്ത് ഷേപ്പൊക്കെ മാറിപ്പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് ഐബ്രോസ് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും റേസറാണ് ഉപയോഗിക്കുന്നത്. യെസ്, അപ്പോൾ അതല്ല നമ്മുടെ വിഷയം അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. എവിടേക്കാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. അതായത് നമ്മളൊരു 1 month കൂടുമ്പോൾ നമ്മൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകും. ലാസ്റ്റ് മന്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ അതിൻ്റെ മുന്നത്തെ മാസം പോകുമ്പോൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്മളെല്ലാ മന്തുമാണ് പോയിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾക്ക് 2 മാസം കൂടുമ്പോഴേ മന്ത്ലി ഷോപ്പിംഗ് ഉള്ളൂ എന്ന്. സോ നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ ആ ഒരു ബില്ല് കണ്ടിട്ടാണ് വെച്ച് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ, നമ്മളത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ലാസ്റ്റ് മന്തൊക്കെ നിന്നത്. അപ്പോൾ ഇനി നമ്മൾ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് നെക്സ്റ്റ് 2 months വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ തോന്നുന്നു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എപ്പോഴും ഞാൻ ഷോർട്സാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ ലോങ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ കൂടുതലും നെസ്റ്റോയിലേക്കാണ് പോകാറുള്ളത്. നെസ്റ്റോ നല്ലതാണ്, ഓഫറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈം നമ്മൾ പോയത് പെരുമ്പിലാവിലുള്ള പുതിയൊരു ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എന്തോ ഓഫറിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് നമ്മൾ 2 വട്ടം അവിടെ പോയിട്ടോ. പെരുമ്പിലാവിലുള്ളത് 2 വട്ടം പോയി. കമ്പാരിറ്റീവ്ലി നെസ്റ്റോ ആണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേത് ഏതോ നെക്സോസോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് പേര് അറിയില്ല കേട്ടോ. അപ്പം നമുക്ക് ഓഫർ കുറച്ചും കൂടി എനിക്ക് ഉള്ളതായിട്ട് തോന്നി നെസ്റ്റോയിലാണ്. അപ്പം സോ നമ്മൾ ഇപ്രാവശ്യം നെസ്റ്റോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതിന് എത്ര വട്ടം നെസ്റ്റോ പറഞ്ഞു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ നിന്നു. ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു മേക്കപ്പ്? ഇന്ന് ഞാൻ വളരെ തിന്നായിട്ട് കണ്ണെഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അയ്യാ, നിങ്ങളല്ല പറയാറുള്ളത് എൻ്റെ ഫേസിൽ ഭയങ്കര ക്ലിയർ ആണ്, അതാണ് ഇതാണെന്നൊക്കെ. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഇപ്പം എൻ്റെ ഫേസിൻ്റെ ഒരു അവസ്ഥ. ഒരു ക്ലിയറും ഇല്ല. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഈ വീഡിയോയുടെ എഫക്റ്റാണ്, ഫോണിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഡാർക്ക് സ്പോട്ടാണ്. ഇപ്പോൾ കുറച്ച് കൂടുതൽ ലൈറ്റ് ഉണ്ട് ഇവിടെയൊക്കെ. നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ സ്കിന്നിൽ. സോ ലെറ്റ്സ് ഗോ ടു ഷോപ്പിംഗ്. അപ്പോൾ ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അങ്ങനെ ഒരു 1 weekന് ശേഷം ഞാൻ എന്താ കാറിൽ കയറിയിട്ടുണ്ട്. ഞാൻ 1 week കാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു 1 weekന് കൂടുതലായിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാർ സർവീസിന് കൊടുത്തേക്കായിരുന്നു ഒരു 2-3 days ആയിട്ട്. യെസ്, അപ്പോൾ കാറിൽ കയറി എൻ്റെ സീറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടാണ് കേട്ടോ എപ്പോഴും ഡ്രൈവ് ചെയ്യാറുള്ളത്. അങ്ങനെ പിന്നെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാറിൻ്റെ ഷോറൂമിലാണ്, നിസാൻ്റെ. അവിടെ നിന്ന് കാറെടുത്ത് നമ്മളിനി നേരെ പോണത് ഫസ്റ്റ് ദയ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. ഹോസ്പിറ്റലിലേക്ക് പോയിട്ടാണ് പിന്നെ നമ്മൾ നെസ്റ്റോയിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. സോ ഞാൻ അച്ഛനമ്മേനും പിക്ക് ചെയ്യാം കേട്ടോ. അവർ അവരുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് റോഡിൻ്റെ സൈഡിലേക്കായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ പിക്ക് ചെയ്യണം. കാറാണെങ്കിൽ ഒരു സൈഡിലാണ് കേട്ടോ കൊണ്ടിട്ടേക്കണം. അപ്പോൾ റിവേഴ്സ് എടുത്തിട്ട് പിന്നെ ഫ്രണ്ട് എടുത്ത് അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ പോയി കേട്ടോ. ഞാനേ വീട്ടിൽ നിന്ന് മൈക്ക് എടുക്കാൻ മറന്നു, അതുകൊണ്ട് ചെറുതായിട്ട് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മളതിന് മുൻപായിട്ട് നമ്മുടെ കാറ് സർവീസിന് കൊടുത്തേക്കായിരുന്നു കേട്ടോ നിസാൻ്റെ ഷോറൂമിൽ. അപ്പോൾ കാറ് കിട്ടി. നമ്മൾ ഇപ്പോൾ ദയ ഹോസ്പിറ്റലാണ്. അമ്മയ്ക്ക് മന്ത്ലി ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അമ്മയ്ക്ക് ചെറുതായിട്ട് തൈറോയ്ഡ് ഉണ്ട് ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ അവരെ ഡ്രോപ്പ് ചെയ്തു. അപ്പം ഞാനിപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഇനി ഡോക്ടർ ഉണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ്. നമ്മളിപ്പോൾ സമയം ഓൾറെഡി 1:30 കഴിഞ്ഞു. 1 മണിക്ക് അങ്ങോട്ടാണ് നമ്മോട് വരാൻ പറഞ്ഞത്. കാറ് കിട്ടാൻ കുറച്ച് ലേഗായിപ്പോയി. പിന്നെ നമ്മൾ എത്താനും ലേഗായി. നമ്മൾ വീട്ടിൽ നിന്ന് ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് എടുത്ത് തൃശ്ശൂർ വന്നിറങ്ങിട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ കാറൊക്കെ ഇനി എല്ലാം ലോക്കാക്കിയിട്ടൊക്കെയാണ് പോണത്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ എപ്പോഴും കാർ ഓടിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോഴും എ സി ഓഫ് ആക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഇനി മറന്നു പോകേണ്ടത് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. നല്ല തിരക്കുണ്ട്. സാധാരണ ദയ ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിൽ കിട്ടാറില്ല കേട്ടോ നമുക്ക്. പക്ഷെ ഇപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞ കാരണമാണോ പേഷ്യൻസ് പോയ കാരണമാണോ എന്നറിയില്ല. ഡോക്ടറെ കണ്ടിട്ട് ടൈം ഔട്ട് ആയിട്ടുണ്ടല്ലോ. ടൈം ഓൾറെഡി കഴിഞ്ഞു. യെസ്, അപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടറൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമ്മളിതാ നേരെ ഉച്ചത്തിൽ 5 കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോഴേക്കും സമയം ഒരു 2 മണി 2:30 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ തൃശ്ശൂരിലുള്ള സിനിമ കമ്പനി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഫുള്ളിങ്ങനെ സിനിമ ടൈപ്പ് പോസ്റ്ററും അതുപോലെ തന്നെ ഫോട്ടോസും അങ്ങനത്തെ ഒരു ടൈപ്പ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ഒരു വട്ടം പോയി നോക്കണം. നല്ല അടിപൊളിയാണ്. ഫുഡായാലും നല്ല അടിപൊളി ഫുഡാണ്. ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടുത്തെ കല്യാണ ബിരിയാണിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം
ഓർഡർ ചെയ്യുന്ന മിക്കവരും ഈ ഒരു കല്യാണ ബിരിയാണി തന്നെയാണ്, അതുപോലെ തന്നെ മീൽസ് കേട്ടോ. ദെൻ ഞാൻ കല്യാണ ബിരിയാണി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആൻഡ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ കല്യാണ ബിരിയാണി. അധികം പ്രൈസും ഇല്ല, 220 അങ്ങനെ ഉള്ളൂ. പിന്നെ അച്ഛനും അമ്മയും മീൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മ വെജിറ്റേറിയൻ ആണ്, എന്നാൽ ഇടയ്ക്കൊക്കെ ഫിഷ് കഴിക്കും. ഇടയ്ക്ക് മീൻസ് വല്ലപ്പോഴും കേട്ടോ. അച്ഛൻ നോൺ വെജൊക്കെ കഴിക്കും, പക്ഷെ അച്ഛൻ എന്തെന്തോ മീൽസ് പറഞ്ഞു. ദെൻ എനിക്ക് ഫുഡ് ആദ്യം വന്നു. അപ്പോഴേക്കും അവർക്കിങ്ങനെ വിളമ്പി തുടങ്ങണേ ഉള്ളൂ. ദെൻ അവർക്ക് റൈസ് സാമ്പാർ വരാൻ കുറച്ച് ലേറ്റായി. അങ്ങനെ അവർ സാമ്പാറൊക്കെ വന്ന് ചോറ് കഴിച്ചു. നമ്മളവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മളിതാ നെസ്റ്റോളിലേക്ക് വന്നിട്ടുണ്ട്. നെസ്റ്റോളിൽ വന്ന് പിന്നെ നമ്മുടെ ഷോപ്പിംഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് തന്നെ ഡിഷ് വാഷാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്താ ഈ ഒരു സംഭവം ഇട്ടു. ഇത് എന്ത് കംഫർട്ടർ അതാണ് പറയാൻ തോന്നുന്നു. നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് കേട്ടോ. ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട് നമ്മുടെ. അപ്പോൾ അത് വാങ്ങിയപ്പോഴേക്കും അവർ ഈ ഒരു ഓഫറിൻ്റെ ഈ ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പേപ്പർ. അപ്പോൾ അതിലുള്ള ഓഫറൊക്കെ നമ്മൾ നോക്കി. ഓഫറുള്ള കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ടോ. പുട്ടുപൊടി, അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ പൊടി, അതൊക്കെ നമ്മൾ അത്യാവശ്യം വലിയ പാക്കറ്റാണ് വാങ്ങാറുള്ളത്. കാരണം നമ്മൾ എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതാണ്. ദെൻ ഒരു 2 മന്തിന് വേണ്ട എല്ലാം നമ്മളങ്ങനെ നോക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹാർപ്പിക്ക് എടുത്തു കേട്ടോ. ഇത് ബാത്റൂമിനും, റെഡ് ബാത്റൂമിനും നീല ടോയ്ലറ്റിനും, അങ്ങനെയല്ല പറയാം പരസ്യത്തിൽ. ഓക്കെ, നമ്മൾ അതെടുത്തു. പിന്നെ നമ്മൾ വൈറ്റ് ഹാർപ്പിക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോണത്. ആ റെഡ് നമ്മൾ മാറ്റിയിട്ട് വൈറ്റ് പിന്നെ എടുത്തു. നമ്മൾ 4 വെച്ച് അങ്ങനെ എടുക്കുന്നുണ്ട് തോന്നുന്നു, ഓരോന്ന് 4 ബാത്റൂമിക്കും. അങ്ങനെയാണ് നമ്മളിപ്പോൾ എടുക്കാറുള്ളത് കേട്ടോ. ഹാർപ്പിക്കിൻ്റെ സംഭവങ്ങളൊക്കെ ആയാലും. ആൻഡ് ഫേസ് വാഷ് അല്ല, സോറി, ഹാൻഡ് വാഷൊക്കെ നമ്മൾ 4 വെച്ചെടുക്കും കേട്ടോ. ദെൻ അച്ഛനും ഞാനും കൂടി ചന്ദനത്തിരിയുടെ ആ ഒരു ഏരിയയിലായിരുന്നു. ഞങ്ങൾ ഇങ്ങനത്തെ ഐറ്റംസ് നോക്കുമ്പോൾ അച്ഛന് കൂടുതലും ചന്ദനത്തിരി, അതുപോലെ തന്നെ തീപ്പെട്ടി, പിന്നെ ധൂപം, പിന്നെ ആ ഒരു സ്മെല്ല് വരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ അല്ലേ, അതിൻ്റെ ഏരിയയിലാണ് അച്ഛന് കൂടുതൽ നിൽക്കാൻ ഇഷ്ടം. വിളക്കത്തിക്കാൻ എണ്ണ അതൊക്കെ വാങ്ങാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വാങ്ങായിരുന്നു. പിന്നെ കാറിന് ഇടാനൊരു ഫ്രഷർ വാങ്ങിയിട്ടോ, കാർ ഫ്രഷർ. ദെൻ ഞാൻ ഡെറ്റോൾ വാങ്ങി. ഡെറ്റോൾ ലാസ്റ്റ് ടൈം ഞാൻ ബ്ലൂ ആണ് വാങ്ങിയത്. സോ ഇപ്രാവശ്യം ഞാൻ ബ്രൗൺ വാങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എനിക്കെന്തോ ഡെറ്റോൾ ഇല്ലാണ്ട് പറ്റാത്ത പോലെ തോന്നുന്നു. ഞാനിപ്പോൾ സ്ഥിരമായി ഡെറ്റോൾ യൂസ് ചെയ്യുന്നുണ്ട്. യെസ്. ദെൻ എന്തോ കണ്ടു, അപ്പോൾ ഞാനിങ്ങനെ ചിരിച്ചതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു അരിയുടെ ഭാഗത്ത് അല്ല, അമ്മ ഷുഗറിൻ്റെ എന്തോ കണ്ടപ്പോൾ ഞാൻ ചിരിച്ചതാണ്. അമ്മയ്ക്ക് ഷുഗർ അങ്ങനെ കഴിക്കാൻ പറ്റില്ല. സോ അമ്മ ഷുഗർ എവിടെ കണ്ടാലും ഇങ്ങനെ നോക്കി ചിരിക്കും, ഞങ്ങളെ നോക്കിയിട്ട്. യെസ്. ദെൻ നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടോ. നമ്മൾ കാർട്ടിൽ ഓൾമോസ്റ്റ് ഫുള്ളാവാറായിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നമ്മളിനി നേരെ പോകുന്നത് അരിയുടെ ആ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ. നമുക്ക് അരി വാങ്ങണം. അരി നമ്മൾ പൊന്നിയരിയാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് കേട്ടോ. ഡെയിലി കഴിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ വല്ലപ്പോഴും ബിരിയാണി, ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയുള്ളൂ. കാരണം അമ്മയ്ക്കും അച്ഛനും ഓൾറെഡി ഒരു ചെറിയൊരു സ്റ്റേഷനറി ഷോപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഡെയിലി ഇതിനൊക്കെ വേണ്ട സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാമല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്നാണ് വാങ്ങാറുള്ളത് കൂടുതലും. പിന്നെ തന്നെ നമ്മൾ നട്ട്സ് വാങ്ങി. ഇച്ചിരി നട്ട്സ് വാങ്ങണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നട്ട്സ് വാങ്ങി. വാൾനട്ട്, അതുപോലെ തന്നെ ആൽമണ്ട്, കാഷ്യൂ, അങ്ങനെ കുറച്ച് നട്ട്സ് വാങ്ങി. എല്ലാ പ്രാവശ്യവും നമ്മൾ കുറച്ചധികം നട്ട്സ് വാങ്ങാറുണ്ട്. ചില സമയത്ത് നമ്മൾ പൊടിച്ച് വയ്ക്കും. വിച്ചുവിന് നട്ട്സ് നമ്മളെല്ലാവരും കഴിക്കുന്നത് ഭയങ്കര നിർബന്ധമാണ്. എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും ഞാൻ വല്ലപ്പോഴും ഒരെണ്ണമൊക്കെ എടുത്ത് കഴിക്കും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ഫുഡിൻ്റെ ഈ ഒരു സെക്ഷൻ. മെയിൻലി ഈ ഉപ്പിലിട്ട സാധനങ്ങൾ കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ ഉപ്പിലിട്ട ഗുവ, അതുപോലെ തന്നെ ഉപ്പിലിട്ട ഗ്രീൻ ആപ്പിൾ വാങ്ങി. പിന്നെ നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ഒറ്റയ്ക്ക് മേലേക്ക് പോകാൻ കേട്ടോ, കാരണം നമുക്ക് ടൈമില്ല. ദെൻ ഞാൻ ഓടിപ്പോയിട്ട് എല്ലാം എനിക്ക് വേണ്ട കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വേഗം ഓടിപ്പോയി എടുത്തിട്ട് വരാമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ പോവാണ്. സോ ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ ഞാൻ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛൻ വന്നു കേട്ടോ പിന്നാലെ. പക്ഷെ അമ്മ വന്നില്ല, കാരണം അമ്മയ്ക്ക് ഇത് കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. അച്ഛന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വേഗം പോയിട്ടൊരു ബോഡി വാഷ് എടുത്തു. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതല്ല, പക്ഷേ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയുള്ള ബോഡി വാഷ് എപ്പോഴും എടുക്കും, ഒരു മാസം 2 മാസമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാൻഡ് വാഷ് എടുത്തു. പച്ച ഓൾറെഡി ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ പച്ച എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് അലോവേരയുടെ നീമിൻ്റെ എന്തോ ആണ്. പിന്നെ ഫേസ് വാഷ്, ടൂത്ത് പേസ്റ്റ്, അതുപോലെ തന്നെ ഷാംപൂ, കണ്ടീഷണർ അതൊക്കെ എടുത്തു കേട്ടോ. ലോറിയലിൻ്റെ ആണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുക, ഷാംപൂ, കണ്ടീഷണർ. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ എടുത്തു. ദെൻ നമ്മൾ താഴത്തേക്ക് പോകാൻ കേട്ടോ. ലാസ്റ്റായിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ റൂം ഫ്രഷർ വാങ്ങിയില്ല എന്ന്. അപ്പോൾ അത് 2 എടുത്തോട്ടോ. ഇത് ഹരിക്കുട്ടനും അതുപോലെ തന്നെ എനിക്കും നമ്മുടെ മേലത്തെ 2 റൂമിലേക്കാണ് കേട്ടോ. അച്ഛനമ്മയ്ക്കും വലിയ താല്പര്യമില്ല ഇതിൻ്റെ സ്മെല്ല്. പിന്നെ നമ്മൾ ബില്ലടിക്കാൻ പോയിട്ടോ. ബില്ലടിക്കാൻ പോയപ്പോൾ ഞാൻ മറ്റേ സംഭവം ഇട്ടു, ടൈം ലാപ്സ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, എന്നാലും കുറച്ച് സ്പീഡാക്കാമെന്ന് വിചാരിച്ചു. ദെൻ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്.
കുറച്ചധികം സാധനങ്ങൾ വാങ്ങി. പക്ഷേ നമ്മൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. ഒരു വലിയ ബില്ല് കിട്ടി, കണ്ടോ, ഒരു പായ പോലത്തെ ബില്ല് കിട്ടി. അറൗണ്ട് ഒരു 7K ആണ് നമുക്കായത് കേട്ടോ. യെസ്. അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിൽ പോയി. അച്ഛനാണ് ഈ ഒരു കാർട്ട് നീക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അച്ഛൻ കൈവിട്ടു. അങ്ങനെ കാർട്ട് ഒറ്റയ്ക്കായിരുന്നു പിന്നെ പകുതി ദൂരം പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കാറിലേക്ക് ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചു. അങ്ങനെ നമ്മൾ നെസ്റ്റോന്ന് പോകുന്നു കേട്ടോ. അപ്പം ഞാൻ കഴിക്കാനായിട്ട് 2 സാധനം വാങ്ങിയിട്ടുണ്ട്. എപ്പോഴും മൈക്കല്ലാത്ത കാരണം സൗണ്ട് എങ്ങനെയുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, എപ്പോഴും നമ്മൾ പുറത്തല്ല നെസ്റ്റോ പോയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഉപ്പിലിട്ടത് മേടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഉപ്പിലിട്ടത് മേടിച്ചേക്കുന്നത് പേരക്ക, അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ. സോ നമുക്ക് പേരക്ക ഫസ്റ്റ് ട്രൈ ചെയ്യാം. ഫോൺ എവിടെ വെക്കുന്നു? ഓക്കെ, ഇവിടെ വെച്ച് നോക്കാം. ഞാൻ ഇവിടെ വെച്ചിട്ടൊന്നും ഫോൺ വീഡിയോ എടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. ഓ, ഇങ്ങനത്തെ അടിപൊളി സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ലെറ്റ്സ് ട്രൈ ഗുവ. നമ്മൾ കുറച്ചധികം ഷോപ്പ് ചെയ്തു. നെസ്റ്റോന്ന് സാധാരണ ഉള്ളതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കഴിക്കാൻ പോകണ്ട. എനിക്കിങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ടത് കഴിക്കാൻ. പക്ഷെ പൊട്ടിയ ഓക്കെ. പക്ഷെ വിച്ചുവിൻ്റെ അച്ഛനും അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല ഉപ്പിലിട്ടത്. നമ്മൾ കഴിക്കണമെന്നൊക്കെ പറയും കേട്ടോ. പക്ഷെ എനിക്കെന്തോ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ കഴിച്ച ശീലമായി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണിത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഗ്രീൻ ആപ്പിൾ കഴിക്കാം. ഗ്രീൻ ആപ്പിളൊക്കെ ഉപ്പിലിട്ടത് എനിക്കൊന്നും അല്ല മുന്നേ കഴിച്ചിട്ടുണ്ട്. ഗുവ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് റിട്ടേൺ ട്രൈ ചെയ്യണം. ഉപ്പ് പിടിച്ചിട്ടില്ല. ബെറ്റർ ഇതിൽ രണ്ടിനും ബെറ്റർ എനിക്ക് തോന്നുന്നു പേരക്ക തന്നെയാണ് കേട്ടോ. പേരക്കയുടെ ഓറഞ്ച് ഉള്ളിൽ റോസ് ആയിട്ടുള്ള പേരക്കുണ്ട്, വൈറ്റ് ആയിട്ടുള്ളത്. വൈറ്റ് ആയിട്ട് കഴിക്കാം. അതുപോലെ ആർക്കും വലിയ താല്പര്യം ഇല്ലെങ്കിലും ഒരു പീസൊക്കെ കഴിക്കും കേട്ടോ. സോർക്ക് ഇട്ടേക്കാം. ആൻഡ് ഫൈനലി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഈ മാസത്തെ ഷോപ്പിംഗ് അങ്ങോട്ട് കഴിഞ്ഞു. ഇനി ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഷോപ്പിങ്ങിന് വരിക. പിന്നെ നമ്മുടെ ഇടയിൽ അങ്ങനെ പെട്ടെന്ന് തീർന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ കഴിയാറില്ല, നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി നമ്മൾ എടുക്കാറുണ്ട്. യെസ്. അപ്പോൾ എൻ്റെ മുടി ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിക്കുന്നത്. എന്താണ് ബാക്കിൽ കുറച്ച് മാത്രം തൂങ്ങിക്കിടക്കുന്നുണ്ട്, കുറച്ചൊക്കെ ക്ലിപ്പിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇനി ഇവിടുന്ന് ഒരു 40-45 മിനിറ്റ്സ് ഉണ്ട്. പോണ വഴി നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഴയായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഇങ്ങനെ കാറ്റും. അങ്ങനെ നമ്മുടെ ഈ മാസത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തിയിട്ടുണ്ട്. കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപത്തെ അത്ര അങ്ങോട്ട് ചെയ്ത് നമ്മൾ ഷോപ്പിംഗ് ഇപ്രാവശ്യം ചെയ്തിട്ടില്ല. എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും കുറച്ചധികം ചെയ്തു. നമുക്കൊരു വലിയ ബില്ലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ പോയി കിട്ടി. രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ മീൻസ് ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം 6 മണിയായിട്ടോ. നമ്മൾ ഡോക്ടറുടെ അവിടെ കുറച്ച് നേരം ടൈം പോയി, ഫുഡ് കഴിക്കാൻ ടൈം പോയി, ഷോപ്പിങ്ങിന് ടൈം പോയി, ട്രാവൽ ചെയ്യാൻ ഒരു 2 hour പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും 1 hour വെച്ച് 2 hour പോയി. അങ്ങനെ എന്തായാലും ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു കാറിൽ നിന്ന്. ഇനി കുറച്ച് സ്ഥലം വരെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും കാറിൽ കയറിയിരിക്കുകയാണ്. അതിനിടയിൽ എൻ്റെ കാല് ചെറുതായിട്ടൊന്ന് ഉളുക്കിട്ടോ. ഞാൻ അറിയില്ല ഇത്രയും ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്ത കാരണമാണോ, പക്ഷെ ചാൻസ് ഇല്ല. കാരണം ഞാൻ കോഴിക്കോട് വരെ ഡ്രൈവ് ചെയ്തതാണ് ഒരു 3 hours 2 hours മേലെ. പക്ഷേ ഇതെന്താണെന്നറിയില്ല, കാല് പെട്ടെന്നൊരു ഉളുക്കൽ. ഞാനിപ്പോൾ ഇതിന് 1 week ആയിട്ടുണ്ട് കാർ എടുത്തിട്ട്. ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും. ഞാൻ മൈക്ക വെക്കാനുള്ള സംസാരിക്കാൻ കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. മൈക്ക ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സാധാരണ മൈക്കൊക്കെ എടുക്കാറുണ്ടായിരുന്നു, മൈക്കൊന്നും എടുത്തില്ല കേട്ടോ.
എൻ്റെ മേക്കപ്പ് നിങ്ങൾ കണ്ടോ, ഞാൻ ഒന്നും റീടച്ച് ചെയ്തിട്ടില്ല. ലിപ്സ്റ്റിക് അടക്കം ഞാൻ റീടച്ച് ചെയ്തിട്ടില്ല. എന്തൊക്കെ ഞാൻ കഴിച്ചു, ഫുഡ് കഴിച്ചു, ഉപ്പിലിട്ടത് കഴിച്ചു, കുറേ വെള്ളം കുടിച്ചു, ഒന്നും പോയിട്ടില്ല. ലിപ്സ്റ്റിക്കും മെബ്ലൈനാണ്. മെബ്ലൈൻ പിന്നെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ഐലൈനർ, മസ്കാര, ബ്ലഷ്, ഹൈലൈറ്റർ എല്ലാം അതുപോലെ ഉണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും കുറച്ച് ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സോറി അതിൻ്റെ ഇടയിൽ കട്ടായിപ്പോയി. അത്ര ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് കേട്ടോ, ചീപ്പാണെങ്കിലും. എന്തായാലും ഞാൻ ഇന്ന് മേക്കപ്പിന് യൂസ് ചെയ്ത എല്ലാ പ്രൊഡക്റ്റും ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വ്യൂ പ്രൊഡക്ട്സെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സിനൊക്കെ ആയിട്ട് കാണും, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ പിന്നെ കാര്യമായിട്ടുള്ള മേക്കപ്പൊന്നും ചെയ്തിട്ടില്ല. ഞാനത് ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ, ഗെറ്റ് റെഡി വിത്ത് മീ. ഓക്കെ, നമുക്ക് ടൈമായി, അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ആക്കാം. സോ നമ്മുടെ ഈ മന്ത്ലി ഷോപ്പിംഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമ്മളിനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ലോങ് വീഡിയോ ഇട്ട് വരട്ടെ. അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഇങ്ങനെ മടി പിടിക്കുകയാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ സ്ഥിരമായ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. ബൈ.